അർജുന്റെ മൃതദേഹത്തിന്റെ DNA ഫലം പോസിറ്റീവാണ്. ഇപ്പോൾ അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഷിരൂരിൽ നിന്നും പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സിജു കണ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. സിജു, അങ്ങേയറ്റം ദുഃഖാർദ്രമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചേതനയേറ്റ 72 ദിവസം പഴക്കമുള്ള അർജുന്റെ മൃതദേഹമാണ്, ആ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആംബുലൻസിൽ ഉള്ളത്. പ്രിയപ്പെട്ടവർ അർജുനായി കാത്തിരിക്കുകയാണ്. വിവരങ്ങൾ എന്തെല്ലാമാണ്? നിലിമ, അർജുൻ്റെ മൃതദേഹം അല്പസമയം മുമ്പ് ആംബുലൻസിലേക്ക് മാറ്റിക്കഴിഞ്ഞു. കാർവാറിലെ ഗവൺമെൻറ് ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ജനപ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ആംബുലൻസ് പുറപ്പെടും. കർണാടക പോലീസ് കേരള അതിർത്തി വരെ സുരക്ഷയുമായി ഒപ്പമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ, മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അനുഗമിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുഴുവൻ സമയം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് DNA പരിശോധനയുടെ പ്രാഥമിക ഫലം പുറത്തു വന്നത്. ആ ഫലം തന്നെ പോസിറ്റീവായിരുന്നു. അപ്പോൾ തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ, അതോടൊപ്പം തന്നെ അർജുൻ്റെ സഹോദരൻ അഭിജിത്ത് എന്നിവരുണ്ട്. അഭിജിത്തിൻ്റെ രക്തസാമ്പിളാണ് 2 ദിവസം മുമ്പ് ശേഖരിച്ചത്. അഭിജിത്തിൻ്റെ രക്തസാമ്പിളിനൊപ്പം ഈ മൃതദേഹാവശിഷ്ടത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം കൂടി പരിശോധനയ്ക്ക് ഹൂബ്ലിയിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയക്കുകയായിരുന്നു. 2 മണിയോടുകൂടി പ്രാഥമിക ഫലം വന്നപ്പോൾ തന്നെ അത് അർജുൻ്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. പിന്നീട് വൈകുന്നേരം 5:30 രണ്ടാം ഘട്ട പരിശോധനാ ഫലവും വന്നു. രണ്ടാം ഘട്ട പരിശോധനാ ഫലവും പോസിറ്റീവായിരുന്നു. അതിനുശേഷം നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. 74 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അപകടത്തിലാണ് അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്കിനോടൊപ്പം അർജുൻ ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് പതിക്കുകയും മണ്ണിനും കല്ലുകൾക്കുമിടയിൽ പെടുകയും ചെയ്ത് ഈ വലിയ അപകടത്തിൽ മരണപ്പെട്ട അർജുൻ്റെ മൃതദേഹം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം 2.5 മാസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അർജുൻ ഷിരൂരിൽ നിന്ന് മടങ്ങുകയാണ്. ജൂലൈ 16-നാണ് അർജുൻ മരങ്ങളുമായി ഷിരൂരിലെത്തിയത്. അവിടെ രാവിലെ നടന്ന അപകടത്തിൽ രാവിലെ 8:30 നടന്ന അപകടത്തിലാണ് അർജുൻ അകപ്പെട്ടത്. പിന്നീട് വലിയ തോതിലുള്ള തിരച്ചിലാണ് നടന്നത്. ആദ്യഘട്ടത്തിൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട് വലിയ നിഷ്ക്രിയത്വം, നിസ്സംഗഭാവം ഉണ്ടായി. അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധികളും ഉണ്ടായി. പിന്നീട് കേരള സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്ന്, ജനപ്രതിനിധികളുടെ ഇടപെടലിനെ തുടർന്ന് ആണ് പിന്നീട് രക്ഷാദൗത്യം ആരംഭിച്ചത്. 3 ഘട്ടങ്ങളായി നടന്ന രക്ഷാദൗത്യമാണ്. ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. പിന്നീട് തിരച്ചിൽ നിർത്തിയപ്പോഴും വലിയ രീതിയിലുള്ള സമ്മർദ്ദം കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കേരളം ഒന്നാകെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കണം, തിരച്ചിൽ നല്ല രീതിയിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് 2ാം ഘട്ട തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഏറ്റവും ഒടുവിൽ 3ാം ഘട്ട തിരച്ചിലാണ് അർജുനെയും അർജുൻ്റെ ട്രക്കിനെയും കണ്ടെത്താൻ സാധിച്ചത്. 5 ദിവസം നടത്തിയ തിരച്ചിൽ 5-ാം ദിവസമാണ് മണ്ണിനടിയിൽ നിന്ന് ട്രക്ക് കണ്ടെത്തിയത്. പിന്നീട് മൃതദേഹം അതിൽ നിന്ന് അകത്ത് നിന്ന്, ട്രക്കിൻ്റെ ക്യാബിനകത്ത് നിന്ന് കണ്ടെടുക്കുകയും ഈ കാർവാർ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. 2 ദിവസം നീണ്ട ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ കഴിഞ്ഞാണ് ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം കാർവാർ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും. കേരള സർക്കാർ നേരത്തെ തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് അറിയിച്ചിരുന്നു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വിട്ടു നൽകുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ കർണാടക സർക്കാർ ഇവർ തന്നെ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്താമെന്ന് അറിയിക്കുകയായിരുന്നു. കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ ആംബുലൻസിലാണ് ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുമായി ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അല്പസമയത്തിനകം ഈ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും. രാവിലെ 6 മണിയോടുകൂടി കോഴിക്കോട് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം മറ്റ് വീടുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളിലേക്ക് കിടക്കും. പിന്നീട് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നീലിമ, സിജു, സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു പ്രതിബദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. ഈ അർജുനൊപ്പം തന്നെ കർണാടക സ്വദേശികൾ ഈ
പുഴയിൽ അകപ്പെടുന്ന സാഹചര്യമുണ്ടായി, തമിഴ്നാട് സ്വദേശി അകപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ തമിഴ്നാട് സർക്കാരോ കർണാടക സർക്കാരോ ഒരു തരത്തിലുള്ള ഈ മനുഷ്യജീവനുകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും കൊടുക്കാതെ അവരെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു നിലപാടായിരുന്നു കണ്ടത്. പക്ഷേ കേരളം അതിശക്തമായി ഇതിനായി രംഗത്ത് വന്നപ്പോൾ, അർജുനായി രംഗത്ത് വന്നപ്പോൾ, എല്ലാ സമൂഹ മനസാക്ഷിയും അർജുന് വേണ്ടി നിലകൊള്ളുന്ന മലയാളിയുടെ മനസ്സ് അത്രമേൽ ഉയർന്നപ്പോൾ നമ്മൾ കണ്ടത് വലിയ പോരാട്ടമാണ്. കേരളത്തിൻ്റെ വലിയ പോരാട്ടം അവിടെ നടന്നു. ഒട്ടേറെ നിയമ പോരാട്ടങ്ങളുണ്ടായി. അവസാനം കർണാടക സർക്കാരിന് നമ്മുടെ ആവശ്യത്തിന് മുന്നിൽ വഴിപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം കാർവാർ MLA അടക്കം കർണാടക സർക്കാരടക്കം നമ്മുടെ മുഖ്യമന്ത്രിയെയും നമ്മുടെ സർക്കാരിനെയും പ്രശംസിക്കുന്ന വലിയൊരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലേ? നിലിമ, കേരളം നടത്തിയ ഒരു വലിയ ഒരു ഇടപെടൽ, അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട്, ഈ ട്രക്ക് ഉടമകളുടെ ഒപ്പം നിന്നുകൊണ്ട് കേരളം നടത്തിയ ഒരു വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് അർജുനെയും അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്കിനെയും കണ്ടെത്താൻ സാധിച്ചത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, 4ാം ദിവസമാണ് കേരളത്തിലേക്ക് ഈ വിവരം, അർജുൻ ഓടിച്ചിരുന്ന ട്രക്ക് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കേരള സർക്കാർ തന്നെ അറിയുന്നത്. അതിനുശേഷമാണ് അടിയന്തര ഇടപെടലുണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് കത്തയക്കുകയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട് അതിവേഗത്തിൽ കാര്യങ്ങൾ നീക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അതിനുശേഷം മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ തെരച്ചിൽ നിർത്തുമെന്ന ഘട്ടം വന്നപ്പോൾ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ ഈ കർണാടകയിലേക്ക് ആംബുലൻസ് അർജുന്റെ നാട്ടിലേക്കുള്ള അവസാന യാത്രയാണ് നമ്മൾ കണ്ടത്.